സ്വർഗത്തിലേക്ക് ഗോപുരം പണിഞ്ഞ് പരാജയപ്പെട്ടവരുടെ കഥ ചരിത്രത്തിലുണ്ട്. വിവാഹം സ്വർഗസമാനമാക്കി പരാജയപ്പെടുന്നവരുടെ കഥയാണ് ഇന്ന് മലയാളികളുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് അന്വേഷിക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അടുത്തിടെ നടന്ന ഒരു വിവാഹത്തിന്റെ കല്യാണ കണക്ക് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നിലമൊരുക്കി ടൈൽസ് പാകി കൺവെൻഷൻ സെന്ററിനെ തോൽപ്പിക്കുന്ന വലിയ പന്തലിന് ചിലവായത് 65 ലക്ഷം രൂപ. ഈ കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹത്തിനു വേണ്ടി ഒരുക്കിയ ഭക്ഷണ വിഭവ സാധനങ്ങൾ പത്തനംതിട്ടയിലെ വള്ളസദ്യയെ തോൽപ്പിച്ചു. 69ഓളം വിഭവങ്ങൾ. ചെലവായത് ഒരാൾക്ക് 1500 രൂപ കണക്കിൽ. ഇൻവിറ്റേഷൻ കാർഡിന് മാത്രം ശരാശരി 5500 രൂപയടക്കം സ്വൈപ്പ് ചെയ്ത് ഉള്ളിൽ കയറുന്ന ഇലക്ട്രോണിക് സംവിധാനമുള്ള ഇൻവിറ്റേഷൻ കാർഡ്. മൈലാഞ്ചി കല്യാണത്തിന് മാത്രം ചിലവായത് 25 ലക്ഷം രൂപ. ബ്യൂട്ടീഷ്യനെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു. ചെലവ് 3 ലക്ഷം രൂപ. വിവാഹത്തിന് അകമ്പടി സേവിക്കാൻ വധുവിനോടൊപ്പം ഡാൻസ് കളിച്ചെത്തിയ തോഴിമാർക്ക് കൊടുക്കാൻ വേണ്ടി നൽകിയത് 5 ലക്ഷം രൂപ. മൊത്തം കല്യാണം വെടുപ്പാക്കി എടുത്തപ്പോൾ വധുവിൻ്റെ അച്ഛന് നഷ്ടപ്പെട്ടത് 6 കോടി രൂപ. സ്വർഗസമാനമാണ് ഇത്തരം വിവാഹങ്ങൾ എന്ന് തോന്നുന്നുണ്ടോ? അഥവാ ഇത്തരം വിവാഹങ്ങൾ കാണുമ്പോഴാണോ നമ്മൾ ഓർമ്മിക്കുന്നത് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നുവെന്ന്? അന്വേഷിക്കുന്നു. സ്വർഗസമാനമാക്കി വിവാഹങ്ങൾ നടത്തി പരാജയപ്പെട്ടവരുടെയും ജയിച്ചവരുടെയും കഥ ഞങ്ങൾ പരിശോധിക്കുന്നു കേരള സമ്മിറ്റിൽ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. സൈൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റർ ചെയർമാനും ട്രെൻഡ് ദേശീയ ഡയറക്ടറുമായ ശ്രീ മുനവർ അലി ശിഹാബ് തങ്ങൾ, ഫാമിലി കൗൺസിലർ അഡ്വക്കേറ്റ് നീലിമ അസീസ്, ജമാഅത്തെ ഇസ്ലാമി കേരള ജനറൽ സെക്രട്ടറി ശ്രീ പി മുജീബ് റഹ്മാൻ, ആൽഫ അക്കാദമി ഡയറക്ടർ ഫാദർ അഡ്വക്കേറ്റ് അജീബ് പുതിയപറമ്പിൽ, ഭാഗവതാചാര്യൻ നന്ദകുമാർ കണ്ടമംഗലം, ഒപ്പം വിവാഹിതരും വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹം കഴിക്കുന്നവരുടെ രക്ഷകർത്താക്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ മുനവർ അലി, മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ കൂടി തീരുമാനമെടുത്തിരിക്കുന്നു. വിവാഹ ധൂർത്തിനെതിരായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരു സാമൂഹിക സമുദായ സംഘടന വളരെ ശക്തമായി ഇത്തരം കാര്യം മാധ്യമങ്ങളിലൂടെയും സംഘടനാ രീതിയിലും അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതിന് പ്രത്യേക അഭിനന്ദനം. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. എങ്കിലും നിങ്ങൾക്കൊരു നിലപാടെടുത്താൽ ഈ അനാവശ്യ ധൂർത്തുകൾ തടഞ്ഞുകൂടെ? ഈ ധൂർത്ത് കല്യാണങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കില്ല. പ്രത്യേകിച്ച് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു വാചകം വന്നു കഴിയുന്നതോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആഡംബര വിവാഹം അപ്പാടെ സ്വിച്ചിട്ട പോലെ നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സാമൂഹ്യ വിപത്താണ്. അപ്പോൾ ഇത് ഒരുപാട് കാലം ഏതൊരു പ്രശ്നത്തിനും അതിൻ്റെ ഒരു പരിഹാരത്തിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത്തരം ഒരു വിവാഹ ധൂർത്തുകൾ പ്രത്യേകിച്ച് കേരള സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത്, പണം ചിലവഴിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വിവാഹമാണ്. അതൊരു തെറ്റിദ്ധാരണ പുറത്താണ്. പലർക്കും വിവാഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചോ മനസ്സിലാക്കാൻ കഴിയാതെ ഇത്തരം വിവാഹങ്ങൾ മറ്റുള്ളവർ നടത്തുമ്പോൾ അത് ആണ് വിവാഹമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, ഉള്ളവനെ അനുകരിച്ചുകൊണ്ട്, ഇല്ലാത്തവൻ കടം വാങ്ങിപ്പോലും അത് സ്വീകരിച്ച് അല്ലെങ്കിൽ അതൊരു മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കപ്പെടുന്നത് ഈ വിവാഹങ്ങളിൽ സംബന്ധിച്ചുകൊണ്ടാണ്. അപ്പോൾ പല വിഭാഗങ്ങളും പല മേഖലയിലുള്ള വിഭാഗങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. സമ്പന്നരുടെ വിവാഹത്തിൽ പങ്കെടുക്കാറുണ്ട്. വളരെ പാവപ്പെട്ടവരുടെയും കാരണം പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ആളുകളെയും നമുക്ക് ബന്ധപ്പെടേണ്ടവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് തന്നെ ഒരു അറപ്പ് തോന്നി. കാരണം ഇത്തരം ഒരു വിവാഹം എന്നുള്ളത് കേവലം അത് ഒരു വിവാഹത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് അതൊരു ആഭാസ ചടങ്ങുകളും വളരെ അനാവശ്യമായ രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഏതെങ്കിലും വിവാഹങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം വിവാഹങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആർഭാട സമ്പന്ന വിവാഹങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കാൻ പോകുമ്പോൾ ഒരു മനസാക്ഷി എന്താണ് അങ്ങയോട് പറയുന്നത്? അതെ, ഇത് ഈ ഒരു അടുത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള തിരിച്ചറിവ്. കാരണം നമുക്ക് എല്ലാവർക്കും സൗഹൃദം എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സോഷ്യലൈസിങ് ഒരു രീതിയിലുള്ള നമ്മുടെ ഒരു നിലപാട്. അപ്പോൾ അത് ആരെയും നമുക്ക് വെറുപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആരും നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ പോയി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുക. പക്ഷെ അതിൽ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് നടന്നിട്ടുള്ള ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ അവരുടെ സ്റ്റാറ്റസിനേക്കാൾ കൂടുതലായിക്കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ അവർ അത്തരത്തിലുള്ളൊരു മത്സര ബുദ്ധിയോട് കൂടി ഒരു പൊങ്ങച്ചം കാണിക്കുന്നതിന് വേണ്ടി അത്തരം നടത്തുന്നുണ്ടോ എന്ന സംശയം നമുക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് അറുതി വരുത്തുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. നീലിമ,
ആ, ഞാൻ മനസ്സിലാക്കുന്നത് വിവാഹമോചന കേസുകൾ പെരുകുന്നതോടൊപ്പം അതിൽ ഗണ്യമായ അളവിലെങ്കിലും ആഡംബര വിവാഹം നടത്തി പിരിയേണ്ടി വരുന്നവരുടെ എണ്ണവും പെരുകുന്നുണ്ട്. പല കാരണങ്ങളാൽ, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ മോചനത്തിൻ്റെ കാരണം തന്നെ ആഡംബര വിവാഹവുമായി ബന്ധപ്പെട്ട സ്വരച്ചേർച്ചയില്ലായ്മയും ചില പ്രശ്നങ്ങളുമാണെന്നും കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഫാമിലി കൗൺസിലിൽ എത്തുന്ന കേസുകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്നത്? തികച്ചും വ്യത്യസ്തരായ രണ്ട് വ്യക്തികളുടെ ഒരു ഉടമ്പടിയാണ് വിവാഹം. അത് നമ്മളൊന്ന് വിവാഹം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു ഒഫീഷ്യലാക്കുകയും ഒരു പെർമനൻറ്റ് ഒരു സെറ്റിൽമെൻറ്റ് മരണം വരെ ബന്ധിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ഈ ചടങ്ങ് ഇത്രയും ന്യായമായും വൃത്തിയായിട്ടും നടക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എപ്പോഴും ഒരു ഒരു വിവാഹം എന്ന് പറയുമ്പോൾ നീറ്റായിട്ട് നടത്തുക എന്നുള്ളത്. അതിൽ കൂടുതൽ ഈ ഒരു ആർഭാടത്തിൽ വരുമ്പോൾ ധനനഷ്ടവും മാനനഷ്ടവും കൂടിയാണ് ഒരു കല്യാണത്തിൽ ഒരു പാരൻസിന്, പെൺകുട്ടികളുടെ പാരൻസിന് പ്രത്യേകിച്ചിട്ടും അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു കല്യാണം നടത്തുമ്പോൾ ഇത്രയും പേരെ പൊതുവായിട്ട് വിളിച്ച് ഇങ്ങനെയൊക്കെ ആർഭാടായിട്ട് നടത്തി ഒരു മാസം കൊണ്ടൊക്കെ പിരിഞ്ഞു പോകുന്ന എത്ര പേര് നമ്മുടെ ചുറ്റും. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്ന ഒരുപാട് പാരൻസ് നമ്മളെ ചുറ്റുമുണ്ട്. നിലമെടുത്ത് വന്നിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കേസ്? ഒരുപാട് കേസുകൾ. അപ്പോൾ എന്താണ് ഈ പെൺകുട്ടി പറയുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ രക്ഷകർത്താക്കൾ പറയുന്നത്? പെൺകുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പൈസയാണ് ഇതിലിങ്ങനെ ദൂർത്തടിച്ച് കളയുന്നത്. അതും കഴിഞ്ഞിട്ട് കടബാധ്യതയും മക്കൾക്ക് കൊടുക്കാനൊന്നുമില്ലാത്ത പാരൻസാണ് നമ്മളടുത്ത് വരുന്നതും. ഒരുപാട് പേര് വന്നിട്ട് കരഞ്ഞിട്ട് ചില കേസ് നടത്താൻ വരെ ചെലവിന് അവർക്ക് കാശില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ കയ്യിൽ. ഫാദർ, അറിയേണ്ടത് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് പ്രമാണം. എന്താണ് അത് അർത്ഥമാക്കുന്നത്? സ്വർഗ സമാനമായ രീതിയിൽ നടക്കുന്നു എന്നാണോ, അതല്ല വിവാഹം സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴി എന്നാണോ, അതല്ല വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് സ്വർഗമെന്നാണോ? വിവാഹം ഒരു ആന്തരികമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ ചൈതന്യത്തിൽ നിന്ന് നമ്മുടെ സമൂഹം, അത് ഏത് മതത്തിൽപ്പെട്ടതായിക്കൊള്ളട്ടെ, ആ ചൈതന്യത്തിൽ നിന്ന് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വിവാഹം ഒരു ധൂർത്തായിട്ടും, തൊട്ടുമുമ്പ് ബഹുമാനപ്പെട്ട മുനവറലി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു ആർഭാട പൊങ്ങച്ച പരിപാടിയായിട്ട് മാറുന്നത്. മലയാളിക്ക് മൊത്തം ബാധിച്ചിരിക്കുന്ന ഒരു അസുഖമാണ് ഈ ദുരഭിമാനം അല്ലെങ്കിൽ പൊങ്ങച്ചം. ഈ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാമോ അതെല്ലാം ചെയ്തു കൂട്ടാണ്ട് അവർക്ക് ഒരു മടിയില്ല. അതിനുവേണ്ടി തൊട്ടു മുമ്പ് ആങ്കർ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിന് വേണ്ടി അനാവശ്യമായ ചെലവ് കാണിക്കുക, അന്നത്തേക്ക് വേണ്ടി മാത്രം വില കൂടിയ വണ്ടി വാടകയ്ക്ക് എടുക്കുക. ഇപ്പോൾ ക്രൈസ്തവ വിവാഹങ്ങൾക്കാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ധാരാളം പൂക്കൾ മേടിക്കുക, അല്ലെങ്കിൽ വില കൂടിയ ഗൗൺ മേടിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ചിയർ ഗേൾസ്. ഞാൻ ചിലപ്പോൾ ഈ വിവാഹം ആസ്വദിക്കാൻ പോകുമ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. ഒരു ക്യാമറമാൻ വേണ്ടതിന് പകരം 4 ക്യാമറമാൻ. ഇതൊക്കെ കുറേയെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പള്ളികളിൽ. പക്ഷെ എങ്കിൽ പോലും ആളുകൾക്ക് അത്ര രസിക്കുന്നില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തൊട്ടുമ്പോൾ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നതിൻ്റെ അർത്ഥം 2 ആത്മാക്കൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. അതായത് ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവർ 1-ാമത്തെ ദിവസത്തെ പറ്റിയേ ശ്രദ്ധിക്കുന്നുള്ളൂ. 1-ാമത്തെ ദിവസത്തെ മുഴുവൻ അടിച്ചു പൊളിച്ച് തീർക്കുക. അതിനുശേഷം അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ പിറ്റേ ദിവസത്തെ കരച്ചിൽ, കണ്ണീര്. ഇന്നലെ ചെറുപ്പക്കാരൻ എന്നെ ഫോൺ വിളിച്ചു. 6 മാസമായാലും കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ അഡ്വക്കേറ്റോടെ ആയതുകൊണ്ടാണ് വിളിച്ചു. ഫാദറെ, ഈ ഡൈവോഴ്സിന് വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചു, ഫോണിൽ കൂടെ ഇപ്പം നിനക്ക് ഞാൻ ഡൈവോഴ്സ് തരാൻ പോവാണ്, എന്നെ കാണാൻ വരാൻ പറഞ്ഞു. വന്നപ്പോൾ 6 മാസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇത് ഈ അടിച്ചു പൊളിച്ച് ഇത് പെൺകുട്ടികളും കണക്കാണ്, ആൺകുട്ടികളും കണക്കാണ്, തകർത്ത് തരിപ്പണമാക്കുക. യഥാർത്ഥത്തിൽ അവർ ഈ വിവാഹം ശരിക്കും സ്വർഗത്തിൽ നടക്കുന്നതിന് പകരം ഈ ഭൂമിയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി അലങ്കോലമാക്കാമോ ആ കൂടെ മദ്യവും മറ്റു കാര്യങ്ങളും കൂട്ടിച്ചേരുമ്പോൾ പറയേണ്ട. യഥാർത്ഥത്തിൽ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നല്ല ഒരു ബോധവൽക്കരണ പരിപാടി കേരള സമൂഹത്തിൽ ആരംഭിച്ചത് നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും വിവാഹം സ്വർഗത്തിൽ നടക്കണം, 2 ആത്മാക്കൾ തമ്മിൽ കൂടിച്ചേരണം, ജീവിതാന്ത്യം വരെ സന്തോഷത്തിൽ അവർ ജീവിക്കണം. അതിൻ്റെ 1-ാമത്തെ ദിവസത്തെ അടിച്ചു പൊളിച്ച് തീർക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. ഫാദർ, നോക്കൂ, കേരളത്തിൽ നടക്കുന്ന വിവാഹങ്ങളിൽ ഏറിയ പങ്കും സമുദായങ്ങളുടെയോ മതത്തിൻ്റെയോ അധ്യക്ഷതയിലോ കാർമ്മികത്വത്തിലോ നടക്കുന്ന വിവാഹങ്ങളാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹങ്ങൾ വളരെ കുറവാണ്, മറ്റു രീതിയിലാണ് എങ്കിൽ പോലും. ഇതിന് വളരെ എളുപ്പത്തിലൊരു നിർദ്ധാരണം സാധ്യമാണ്. കാരണം ഈ വിവാഹങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് സമുദായത്തിലെയോ മതപ്രമാണിമാരോ അല്ലെങ്കിൽ മതപുരോഹിത വർഗമോ ആണ്. സ്വാഭാവികമായും നിങ്ങളുടെ പള്ളിയിൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കില്ല എന്ന് കർശനമായ, നേരത്തെ ഞാൻ മുനവറിലൂടെ ചോദിച്ചതുപോലെ ഒരു നിർദ്ദേശം നിങ്ങൾ കൊടുത്താൽ എങ്ങനെയായിരിക്കും സഭയിലേക്കുള്ള അവരുടെ പ്രതികരണം? തീർച്ചയായിട്ടും കുറേയെല്ലാം മാറ്റം വരുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇത് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ പള്ളികളിൽ ഒരു ക്യാമറയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, നിയമം ഇറക്കി. 2 ക്യാമറമാൻ പാടില്ല, അല്ല ഇന്ന കാര്യങ്ങൾക്ക് നിയന്ത്രണം വെച്ചു. കുറേയെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞു, വൈദികർ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ ആ വീട്ടിൽ മദ്യം ഉണ്ടാകാൻ പാടില്ല.
മദ്യമുള്ള വീടുകളിൽ തലേദിവസം ഞങ്ങൾ പോവില്ല. ഒരു കൽപ്പന കൊണ്ടോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഒരു മുടക്ക് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു വാക്കുകൊണ്ടൊന്നും തീരുന്നൊരു കാര്യമല്ല. ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിൽ പകർന്നു കിടന്ന ഒരു രോഗമാണ്. ഇതിനെ മാറ്റിയെടുക്കാൻ സമയമെടുക്കും. ആ സമയമെടുക്കാനായിട്ട് സമൂഹവും സമുദായങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മീഡിയയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് മീഡിയാസാണ്. അതിനെ ആ മീഡിയ സെറ്റ് ചെയ്യുന്ന ട്രെൻഡിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ മതങ്ങളും ഒരുപക്ഷെ മത മേൽദക്ഷന്മാരും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആഡംബരവും ധൂർത്തും കൂടുന്ന കല്യാണങ്ങളുടെ സാന്നിധ്യത്തിൽ മതപുരോഹിതന്മാരുടെ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ആളുകൾ വരുന്നതും പൊങ്ങച്ചത്തിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് ശരിയാണ്. കർദിനാൾമാർ, ബിഷപ്പുമാർ. ഉദാഹരണമായിട്ട് ഇത് ആ കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഒരാളുടെ ആഡംബരം കാണിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഒരു 5 അച്ഛന്മാരെ വിളിച്ചേക്കുക, അല്ലെങ്കിൽ 3 അച്ഛന്മാരെ, അല്ലെങ്കിൽ ഒരു ബിഷപ്പിനെ. അച്ഛന്മാരുടെ ആഡംബര വസ്തു ആയി കല്യാണത്തിന് ഒരു ക്യാമറ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് പോലെ വിവാഹത്തിന്റെ ലളിതമായ ഒരു നിയമാവലി പുറത്തിറക്കുമ്പോൾ ഒരു ഫാദറെ പോകാൻ പാടുള്ളൂ ഒരു കല്യാണത്തിന്. ഒരിക്കലും അതില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂദാശ അനുസരിച്ച് ഒരിക്കലും ഒരു വൈദികം മാത്രമല്ല, ഇപ്പൊ പാവപ്പെട്ടവരെ കല്യാണത്തിന് ഇപ്പൊ എത്ര പേര് പങ്കെടുക്കുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇപ്പൊ യൂത്തിൽ പ്രവർത്തിക്കുന്നവര് പല വൈദികരുമായിട്ട് അവർക്ക് ബന്ധമുണ്ടാവും, ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളെല്ലാം ക്ഷണിക്കും, പോകാതിരിക്കാൻ പാടില്ല. വിവാഹം സ്വയംവരമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന്റെയും സംസ്കൃതിയുടെയും ഭാഗം പിന്നിലുണ്ട്. അങ്ങനെ ഒരു ഭാഗവത സപ്താഹം നടത്തുന്ന ആൾ കൂടിയാണ്. ഹിന്ദുമത തത്വശാസ്ത്രം അനുസരിച്ച് ധൂർത്തുള്ള വിവാഹം നടത്തുന്നവൻ നരകത്തിൽ പോകുമോ അതോ സ്വർഗത്തിൽ പോകുമോ? നരകത്തിൽ പോകും. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഒരിടത്തും. പക്ഷേ അനാവശ്യമായിട്ട് ധനം ഉപയോഗിക്കരുത്. ബാക്കി 2 മതങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹിന്ദുമതത്തിന്റെ കാര്യത്തിൽ അത് വരുന്നില്ല. ഹിന്ദു മതത്തിൽ 8 തരത്തിലാണ് വിവാഹം ഉള്ളത്. അതിൽ ആദ്യത്തെ 3 തരത്തിലുള്ള വിവാഹങ്ങൾക്ക് ഒരു ചെലവുമില്ല. അതായത് ദൈവം, പ്രാജാപത്യം, ആർഷം തുടങ്ങിയിട്ടുള്ള ഈ 3 എണ്ണത്തിലും, പിന്നെ ബ്രാഹ്മം എന്ന് പറയുന്നു. അതിൽ ഈ സാധാരണ ദൈവി അല്ലെങ്കിൽ ഈ പ്രാജാപത്യം എന്നൊക്കെ പറഞ്ഞ വിവാഹത്തിൽ താലി കെട്ടി പെൺകുട്ടിയെ താലി സ്വർണം തന്നെ വേണോ? ഒരു മഞ്ഞളെ ആവശ്യമുള്ളൂ. ഒരു മഞ്ഞളിന്റെ കഷ്ണം ഒരു മഞ്ഞ ചരടിന്റെ മുകളിൽ കെട്ടിയിട്ട് അവളെ ഈ ഉത്തമനായ പുരുഷന് ദാനം ചെയ്യാണ്. അതുകൊണ്ടാണ് അതിന് കന്യാദാനം എന്ന് പേരുണ്ടായത്. അവിടെയാണ് നമ്മുടെ സ്മൃതിഗ്രന്ഥങ്ങളിൽ അത് നാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഒരു വിവാഹത്തിൽ എത്ര പേര് പങ്കെടുക്കണം? 10 പേരിൽ താഴെ എന്നാണ് ഗുരു പറഞ്ഞത്. 8 പേരെ വേണ്ടു. അതായത് വരൻ, വധു, അവരുടെ പാരൻസ്, ഒരു സാക്ഷി, ഒരു പുരോഹിതൻ, ഒരു ക്യാമറമാനും കൂടെ ആയാലും 9. അതെ, ആയിക്കോട്ടെ. അതില് ഈ 8 വിവാഹങ്ങളിൽ ഏറ്റവും ആർഭാടമുള്ള, ഇത് ഏറ്റവും ആർഭാടം കുറഞ്ഞതാണ് ഈ ആർഷം പ്രാജാപത്യം. ഏറ്റവും ചെലവുള്ളത് സ്വയംവരം തുടങ്ങിയ പരിപാടികൾക്ക്. അതെല്ലാവരെയും വിളിച്ചു വരുത്തി വലിയ സദ്യ, ഭയങ്കര ബഹളം, എന്തൊക്കെയാ ചാവാം. നമ്മുടെ ശ്രീകൃഷ്ണന്റെയും അതുപോലെ തന്നെ മറ്റുള്ള പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ ഒക്കെ വിവാഹം എടുത്ത് നോക്കുമ്പോൾ 1000കണക്കിന് 10000കണക്കിന് ആനകള്, കുതിരകള്, അതിനനുസരിച്ചുള്ള ആർഭാടങ്ങള്, സമ്പത്തൊക്കെ കൊടുത്ത് വലിയ ഘോഷവും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട്. ഫ്രാൻസിലെ വെഴ്സൈൽ കൊട്ടാരം വാടകയ്ക്കെടുത്ത് കല്യാണം നടത്തിയ ഒരു വ്യവസായി ഇന്ത്യയിലുണ്ട്. 380 കോടി രൂപയാണ് അദ്ദേഹം ചെലവഴിച്ചത്. അതും അറിയാം. അത് ഏത് കല്യാണത്തിൽ പെടും? അത് ഇതിലൊന്നും പെടില്ല. അതൊക്കെ പൊങ്ങച്ച വിവാഹങ്ങള്. കേരളത്തിൽ ശരാശരി നടക്കുന്ന ഓഡിറ്റോറിയങ്ങളിൽ, കൺവെൻഷൻ സെന്ററുകളിൽ നടക്കുന്ന വിവാഹങ്ങളും ഒരു പരിധിവരെ ഇതേ കാറ്റഗറിയിൽ പെടില്ലേ? മിനി മിത്തൽ കല്യാണങ്ങളല്ലേ അല്ലേ? അപ്പം ഇത്തരം കല്യാണങ്ങളിൽ ഹിന്ദു പുരോഹിത്യം പങ്കെടുക്കേണ്ടതുണ്ടോ ആ അർത്ഥത്തിൽ? തീർച്ചയായിട്ടും പാടില്ല. പ്രത്യേകിച്ചും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലുള്ള പുരോഹിതന്മാര് ഈ രീതിയിലുള്ള വിവാഹങ്ങൾക്ക് പോവുകയേ ചെയ്യരുത്. കാരണം അവരുടെ ആചാര്യനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായിട്ട് പറഞ്ഞു, വളരെ ലളിതമായി നടക്കേണ്ട ഒരു കാര്യമാണ് വിവാഹം. അതിന് നമ്മുടെ ഇടയിൽ, കേരളത്തിൽ തന്നെ പല സമുദായങ്ങളുടെ ഇടയിലും പുടവ കൊടുക്കുക എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നുള്ളൂ. അത് മിക്കവാറും രാത്രി സമയങ്ങളിൽ പട്ട് തന്നെ വേണം നിർബന്ധം. അതായത് ഒരു സാധാരണ കോട്ടൺ മുണ്ട്, നേരിയത് പറയും, ആ വസ്ത്രം കൊടുത്ത വിവാഹം കഴിഞ്ഞു, കൈ പിടിക്കുകയോ വേണ്ടു. ഇന്നും ഏറ്റവും ലളിതമായിട്ട് വിവാഹം നടക്കുന്നത് എവിടെയാ ചോദിച്ചാൽ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ. കാരണം അവിടെ ഒരു ചില്ലറ പൈസ അടച്ച് ഇവർ അവിടെ നിന്ന് ഒരു മാല വാങ്ങിച്ച് കഴുത്തിലിട്ട് ഒന്ന് വട്ടം തിരിഞ്ഞ് പുരോഹിതന് 10 രൂപ കൊടുത്താൽ വിവാഹം കഴിഞ്ഞു. പക്ഷെ അതാരും അംഗീകരിക്കില്ല. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ബഹളം ഉണ്ടാക്കി എത്രത്തോളം അതിൽ എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ, ഹെലികോപ്റ്റർ വരെ വാടകയ്ക്കെടുത്ത് പുഷ്പവൃഷ്ടി വരെ നടത്താൻ ഇവിടെ ആൾക്കാർ തയ്യാറുണ്ട്. മുജീബ് റഹ്മാൻ, നോക്കൂ, ഇതൊക്കെ നമുക്കൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോഴും ജമാഅത്തെ പോലെയുള്ള സ്ഥാപനങ്ങൾ പോലും കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, ധൂർത്തുള്ള വിവാഹങ്ങൾ പിശാചിൻ്റെ മക്കൾ ചെയ്യുന്ന കർമ്മമാണ്. എന്നിട്ട് പോലും, അല്ലെങ്കിൽ പിശാചിനോട് അടുത്ത് നിൽക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ്. എന്നിട്ടും ഇത് കുറയുന്നില്ല. എന്തായിരിക്കും കാര്യം? തീർച്ചയായിട്ടും ഇതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായൊരു നീക്കമാണ് ഇതുപോലുള്ള ശക്തമായ ചർച്ചയിലേക്ക് തുടക്കം കുറിച്ചത്. ആ അർത്ഥത്തിൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം പ്രായോഗികമായ നടപടിക്രമങ്ങളിലേക്ക് കൂടി പ്രവേശിക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്.